ഇപ്പോൾ എല്ലാ സോളാർ കമ്പനികളിലേക്കും കസ്റ്റമറുടെ കോളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ പഴയതുപോലെ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, യൂണിറ്റ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് എന്നുള്ളത്. അപ്പോൾ ലിബിനെ, അതിന്റെ ഒരു കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു കാരണമല്ലാതെ നമുക്ക് സോളാർ കമ്പനികളുടെയോ സോളാറിന്റെ ഒന്നും പ്രശ്നമല്ല, അത് നമ്മളാരും കയ്യിലിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പൊ ഇത് നമ്മളൊരു സൂര്യസഞ്ചാരം എന്ന് വേണമെന്ന് പറഞ്ഞ് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഇതിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പഠിച്ചത്. സൂര്യസഞ്ചാരം നമ്മൾ പറയുന്നു ഉദിക്കുന്നത് കിഴക്ക്, അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഉദയ അസ്തമയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പോണൊരു വഴിയുണ്ട്. വെച്ചാൽ കിഴക്കുന്ന് ഇങ്ങനെ ഉദിച്ച് തെക്ക് വഴി പടിഞ്ഞാട്ടേക്ക് പോയി അസ്തമിക്കുന്ന ടൈമുണ്ട്. അത് നേരെ തലയുടെ മുകളിൽ വന്നിട്ട് അവസാനിക്കുന്ന ടൈമുണ്ട്. അപ്പൊ ഇത് ഓരോ മാസങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരു ജൂൺ 21 നമ്മളിങ്ങനെ 12 മണിക്ക് വെയിലത്ത് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നിഴല് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽച്ചോട്ടിലായിരിക്കും. എന്ന് വെച്ചാൽ നേരെ മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഈ സമയങ്ങളിൽ ഈ മാസങ്ങളൊന്നും പ്രൊഡക്ഷന് യാതൊരു കുറവുണ്ടാകത്തില്ല. അതേസമയം ഒരു നവംബർ 21 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കറക്റ്റ് തെക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് സൂര്യവെളിച്ചം നോക്കി നമ്മുടെ പുറകിലായിരിക്കും. പറഞ്ഞാൽ അത്രയും അങ്ങോട്ടേക്ക് സൺലൈറ്റ് സൗത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടായിരിക്കും പോകുക. ഈ സമയങ്ങളിൽ ഈ തെക്ക് ഭാഗത്തുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ തണൽ വീഴും. അതൊരു ഒന്നാമത്തെ ഒരു കാരണം ഇതാണ്. ഇനി രണ്ടാമത് നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ തണുത്ത കാറ്റ് വീശുന്ന നവംബറും ഡിസംബറൊക്കെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഒരു തണുത്ത അന്തരീക്ഷം. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പിന്നെ പ്രൊഡക്ഷൻ കുറയും. എങ്കിലും നമ്മൾ പറഞ്ഞ ആവറേജ് പ്രൊഡക്ഷൻ താഴേക്ക് പോകുന്നില്ല. നമ്മൾ കസ്റ്റമറോട് പറയുന്ന ആവറേജ് പ്രൊഡക്ഷൻ എപ്പോഴും കിട്ടുന്നുണ്ട്. ആ ഹൈ പ്രൊഡക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഒരു കസ്റ്റമർ എന്ത് ചെയ്യരുത്? ഹൈ പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ ഡിപ്പെൻഡ് ആയിട്ട് എന്ത് ചെയ്യും? പ്രൊഡക്ഷനിൽ കുറവ് വരും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ കുറവാണ്ട് നിങ്ങൾ വെച്ച സോളാർ കമ്പനികളിലേക്ക് ഇങ്ങനെ വിളിച്ച് എന്ത് ചെയ്യേണ്ടതില്ല? പ്രൊഡക്ഷൻ കമ്മിയാണ് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് സോളാർ കമ്പനികളുടെയോ വെച്ച സോളാർ പാനലുകളുടെയോ പ്രശ്നങ്ങളല്ല. കാലാവസ്ഥ ഡിപ്പെൻഡ് ആയിക്കൊണ്ട് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പ്രൊഡക്ഷൻ കുറയും. ഇത്രയേ ഉള്ളൂ. അതിന് കാരണം ഇത്രേ ഉള്ളൂ. നമ്മുടെ സൂര്യവെളിച്ചത്തിലെ കാറ്റും കൂടെ വരുമ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ കാറ്റ് കിട്ടുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നില്ലേ എന്ന് പറയുന്ന പോലെ ആ ചൂടിന്റെ അളവ് പാനലിലേക്ക് കുറഞ്ഞായിരിക്കും. തണുത്ത കാറ്റും. അതെ. അപ്പൊ ആ പ്രൊഡക്ഷൻ കുറയും, ഹ്യൂമിഡിറ്റി കുറയല്ലേ. അത്ര തന്നെ ഉള്ളൂ. അതിപ്പോ ഓരോ ദിവസത്തെ ഗ്രാഫ് ചെക്ക് ചെയ്ത് നമ്മൾ ഓൺലൈൻ മോണിറ്ററിംഗിൽ നമുക്കിത് വ്യക്തമായിട്ട് തിരിയും. ഇപ്പം 11-ാം തീയതി കഴിഞ്ഞാൽ 12-ാം തീയതി ആയിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ പോകും. അതിങ്ങനെ കൂടി വരും. അപ്പോൾ ഒരിക്കലും അതൊരു കംപ്ലൈന്റ് ആയിട്ട് പരിഗണിക്കണ്ട. ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ ഹൈ പ്രൊഡക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും 5 കിലോവാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ 26, 26, 27, 28, 34 യൂണിറ്റ് കിട്ടിയ കസ്റ്റമർ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വർഷത്തില് 12 മാസത്തിൽ 12 മാസം 12 രീതിയിലുള്ള റീഡിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഒരിക്കലും ഒരു വർഷത്തില് എല്ലാ മാസവും ഒരേപോലത്തെ പ്രൊഡക്ഷൻ കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ജൂൺ, ജൂലൈ മാസങ്ങൾ മഴ നിന്ന് പെയ്യാണെങ്കിൽ പ്രൊഡക്ഷൻ നന്നേ കുറവായിരിക്കും. തീർച്ചയായിട്ടും. അതെ, ആ ദിവസങ്ങളിൽ വെളിച്ചുണ്ടോ പ്രൊഡക്ഷൻ നടക്കും ചെയ്യും. മഴക്കാലം കുഴപ്പമില്ല, പ്രൊഡക്ഷൻ വെളിച്ചുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. താരതമ്യേന കുറവായിരിക്കും എന്ന് മാത്രം. തീർച്ചയായിട്ടും. എന്തായാലും ആവറേജ് യൂണിറ്റുകൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാ മാസവും കേരളീയ കാലാവസ്ഥയിൽ കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. പിന്നെ Bayman, making it easy.